ശ്രീ എ സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നു. ശ്രീ എ സജീവൻ, പാർട്ടി നേതൃത്വവുമായി അകന്നു നിൽക്കുന്നു ജി സുധാകരൻ എന്ന സാഹചര്യത്തെ മുതലെടുക്കാനുള്ള ശ്രമമാണോ കോൺഗ്രസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിൽ തെറ്റുമില്ല. കാരണം ഒരു പാർട്ടിയുടെ നേതാവ്, ഇവിടെ സുധാകരൻ തന്നെ പറഞ്ഞ പോലെ 62 വർഷക്കാലമായിട്ട് പൂർണ്ണമായിട്ടും പൊതുപ്രവർത്തനത്തിൽ തിളങ്ങി നിന്നിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില ആളെങ്കിലും ഒതുക്കുമെന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു നേതാവിനെ ചാക്കിട്ട് പിടിക്കാനായിട്ട് പല പാർട്ടികളും ശ്രമിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. ഇവിടെ പക്ഷേ സുധാകരൻ അതിന് വഴങ്ങിയോ ഇല്ലയോ എന്നുള്ളതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങളിവിടെ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ ഗുരുതരമായ വിഷയം കൂടിയാണ്. ഇവിടെ ജയചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിട്ടതനുസരിച്ചിട്ട് സുധാകരൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നുള്ള കാര്യമാണ്. ബി ഗോപാലകൃഷ്ണൻ പോയിട്ട് ഗവർണർ സ്ഥാനവും അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനവും ഒക്കെ വാഗ്ദാനം ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന രൂപത്തിലാണ് ജയചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഗോപാലകൃഷ്ണൻ അതല്ല എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. ഇനി ജയചന്ദ്രൻ പറയുന്നത്, അദ്ദേഹം CPM അനുഭാവി കൂടിയാണല്ലോ, അങ്ങനെയുള്ള ഒരാളാണ് അത് ശരിയാണ് എങ്കിൽ വളരെ ഗുരുതരമായ കാര്യമാണ്. തികഞ്ഞ പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സുധാകരൻ അങ്ങനെ ഒരു BJP-കാരൻ വന്നിട്ട് അദ്ദേഹത്തിന് കസേരയിട്ട് കൊടുത്ത് ചായ കൊടുത്തിട്ട് അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അദ്ദേഹം പുറത്ത് പറയുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല. സുധാകരനാണ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ജയേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ശരിയല്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അത് ശരിയല്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി അനുഭാവിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. കാരണം നൽകാത്ത വാഗ്ദാനം, ഇവിടെ ഗോപാലകൃഷ്ണൻ പലപ്പോഴും സാധാരണ രീതിയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് എക്സാജറേറ്റ് ചെയ്തൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു, അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറായി എന്നൊക്കെ പറയേണ്ടതാണ് ഉണ്ടെങ്കിൽ. പക്ഷേ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇതൊന്നുമില്ല, താൻ അങ്ങനെ ഒരു വാഗ്ദാനമേ കൊടുത്തിട്ടില്ല, അദ്ദേഹവുമായിട്ട് BJP-യിലേക്ക് വരുന്ന കാര്യമോ എന്തെങ്കിലും തരത്തിലൊരു വാഗ്ദാനം കൊടുക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. CPM-നകത്തെ കാര്യങ്ങൾ, CPM-നകത്ത് PFI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളൊക്കെ നുഴഞ്ഞു കയറുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അതൊക്കെ യാഥാർത്ഥ്യമാണ്, അതൊക്കെ ഞങ്ങൾക്ക് പറയാം. പക്ഷേ ഇവിടെ ഈ തരത്തിലൊരു വാഗ്ദാനം ഗോപാലകൃഷ്ണൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുധാകരൻ തീർച്ചയായിട്ടും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന, ഒരുപക്ഷെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ ടവറിങ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ പെരുമാറിയാൽ പോരായിരുന്നു. അത് കൃത്യമായിട്ട് പറയണം. നമ്മുടെ മുമ്പാകെ EP ജയരാജൻ്റെ പ്രശ്നമുണ്ട്. EP ജയരാജൻ്റെ അടുത്തേക്ക് പ്രകാശ് ജാവ്ദേക്കർ വന്നു, അദ്ദേഹത്തിന് വീട്ടിൽ വരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വീട്ടിൽ വന്ന ഒരാൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാമെന്നൊക്കെ യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കേണ്ടത് ജയരാജൻ്റെ കടമയായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഭാഗത്ത് ജയരാജനെതിരെ നീക്കം നടന്നുള്ളത്. ഇവിടെ ഇത്തരത്തിലൊക്കെ വാഗ്ദാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന് മുൻപിലും പാർട്ടിക്ക് മുമ്പിലും പറയേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് എന്നും അതിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആളാണെന്നും ആവർത്തിച്ച് പറയുക നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം കൂടി. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗവർണറാക്കാമെന്ന് പറഞ്ഞിട്ട്, അത് ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡൻ്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണോ അല്ലയോ പ്രഭാരിയാണോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാഗ്ദാനം ഒരു BJP നേതാവ് കൊടുക്കുന്നു. BJP നേതാവ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനോട് പോസിറ്റീവായിട്ട് നെഗറ്റീവ് അതിനെ തീർത്തും അവഗണിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ നിഷേധിക്കുന്ന രൂപത്തിലോ പറഞ്ഞില്ല സുധാകരൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ തെറ്റാണ്. ഇനി ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം, നമുക്ക് സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും. ആര് വന്നു കഴിഞ്ഞാലും അദ്ദേഹം ആരോടും ചർച്ചയ്ക്ക് തയ്യാറാവുന്ന ഒരാളാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇപ്പോൾ ജയേന്ദ്രൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതോ അല്ല. നമുക്കിവിടെ പൊതുസമൂഹം കാത്തിരിക്കുന്നത് ഈ സംഭവത്തിൽ എന്താണ് സുധാകരന് പറയാനുള്ളതെന്നുള്ള. അദ്ദേഹം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ട ആളാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും സംശയിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തെ ഒതുക്കുന്ന രീതിയിൽ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആ സുധാകരൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്.
വളരെ മോശമായ രൂപത്തിലെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും സംസ്ഥാന CPM സംസ്ഥാന നേതൃത്വത്തിന് ചില നിലപാടുകൾക്കെതിരെ പോലും പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, കാരണം പാർട്ടിയെ നല്ല രൂപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പറയാവുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു BJP നേതാവ് വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും ഇനിയും വരുമെന്നൊക്കെ പറയുമ്പോൾ അതൊരു പാർട്ടി അച്ചടക്കത്തിൻ്റെ പ്രശ്നമുണ്ട്.